ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളൊന്നായി പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള നിർണായകമായ നയതന്ത്ര നീക്കങ്ങളുമായി ഇന്ത്യ സജീവമായി രംഗത്തുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പുറമെ ആഗോള സാമ്പത്തിക ക്രമത്തെ ബാധിക്കുന്ന ഊർജ്ജ സുരക്ഷാ പ്രശ്നങ്ങളും ഈ ചർച്ചകളിൽ പ്രധാന വിഷയമായി. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ഇന്ത്യയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ താൽപ്പര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ഒരു സമാധാന ദൂതൻ്റെ റോൾ ഏറ്റെടുക്കുവാൻ ഭാരതം പ്രതിജ്ഞാബദ്ധമാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള സംഭാഷണത്തിന് മുൻപായി UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളുമായും ജയശങ്കർ ചർച്ചകൾ നടത്തിയിരുന്നു. UAE ഉപപ്രധാനമന്ത്രി അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ, ഖത്തർ പ്രധാനമന്ത്രി തമീം ബിൻ ഹമദ് അൽത്താനി എന്നിവരുമായി നടത്തിയ ചർച്ചകൾ മേഖലയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഭാരതത്തിൻ്റെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനായിരുന്നു. പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളുമായുള്ള ഇന്ത്യയുടെ ഈ നിരന്തര സമ്പർക്കം സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ഭാരതം നൽകുന്ന മുൻഗണനയാണ് വ്യക്തമാക്കുന്നത്. 2026 ഫെബ്രുവരി 28 ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിനിടയാക്കിയ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ മേഖലയിൽ ഉടലെടുത്ത അസ്ഥിരത ആഗോള വിപണികളെയും സമുദ്ര വ്യാപാര പാതകളെയും ഒരുപോലെ ബാധിച്ചതാണ്. ഈ സാഹചര്യത്തിൽ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ ശാശ്വതമായ പരിഹാരം സാധ്യമാകൂ എന്നതാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഈ കലുഷിതമായ അന്തരീക്ഷത്തിലും ഭാരതം തങ്ങളുടെ ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികളെ വിജയകരമായി നേരിടുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും സൃഷ്ടിച്ച ആഗോള പ്രത്യാഘാതങ്ങൾക്കിടയിലും ഭാരതത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമായി തുടരുന്നത് സന്തുലിതമായ വിദേശ നയത്തിൻ്റെ ഫലമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തിൽ സാങ്കേതിക വിദ്യ, ഊർജം, സൈനിക ശേഷി എന്നിവയെല്ലാം ആയുധമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി വിദേശ നയത്തിൽ വൈവിധ്യവൽക്കരണവും ജാഗ്രതയും അത്യാവശ്യമാണെന്ന് ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നു. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നതിനും ആഗോളതലത്തിൽ ഒരു വിശ്വസ്ത പങ്കാളിയായി നിലകൊള്ളുന്നതിനും ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാനം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വിദേശ നയത്തിൻ്റെ താല്പര്യമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയുമായും പ്രവാസികളുടെ സുരക്ഷിതത്വവുമായും നേരിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും ആഗോള സാമ്പത്തിക സ്ഥിരതയും തകർക്കുവാൻ സാധ്യതയുണ്ട്. ഇത്തരം ഭീഷണികളെ മുൻകൂട്ടി കണ്ട് സമാധാനപരമായ സഹവർത്തിത്വത്തിനു വേണ്ടിയുള്ള ഭാരതത്തിൻ്റെ ഇടപെടലുകൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ നയതന്ത്ര ചർച്ചകളിൽ ഭാരതം വഹിക്കുന്ന പങ്ക് വരും നാളുകളിൽ മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സ്ഥിരത കൈവരിക്കുന്നതിനും വലിയ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ലോകക്രമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ തത്വങ്ങളിൽ അധിഷ്ഠിതമായ നയതന്ത്രങ്ങളിലൂടെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ആഗോള സമാധാനത്തിനായി നിലകൊള്ളുവാനും ഭാരതത്തിന് സാധിക്കുന്നു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അടുത്ത സഖ്യകക്ഷിയായി ഭാരതം നിലകൊള്ളുമ്പോഴും ഇറാൻ ഭാരതത്തെ ഒരു സുഹൃത്ത് രാജ്യമായി കാണുന്നത് ആഗോള നയതന്ത്ര രംഗത്തെ കൗതുകകരമായ ഒരു പ്രതിഭാസമാണ്. ശീതയുദ്ധകാലം മുതൽക്കേ ഭാരതം പിന്തുടരുന്ന സ്വതന്ത്രമായ വിദേശ നയവും ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാതെ സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയുമാണ് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനശില. അമേരിക്കയുമായി പ്രതിരോധ മേഖലയിലും ഇസ്രയേലുമായി സാങ്കേതിക വിദ്യയിലും ഇന്ത്യ വലിയ സഹകരണം പുലർത്തുന്നുണ്ട് എങ്കിലും ഇറാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ അടിത്തറയിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഒരു രാജ്യവുമായുള്ള സൗഹൃദം മറ്റൊരു രാജ്യവുമായുള്ള ബന്ധത്തെ ബാധിക്കരുത് എന്ന ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി അഥവാ തന്ത്രപരമായ സ്വയം ഭരണാധികാരം ഇറാൻ വലിയ വിലമതിപ്പോടെയാണ് കാണുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും നിർണായകമായത് ചബഹാർ തുറമുഖ പദ്ധതിയാണ്. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്ക് പ്രവേശനം നൽകുന്ന ഈ തുറമുഖം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ചബഹാർ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇറാൻ ഒരു വലിയ നയതന്ത്ര പിന്തുണയായിട്ടാണ് കണക്കാക്കുന്നത് പോലും. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കുവാനും ഏഷ്യയിലെ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുമായി വ്യാപാര ബന്ധം നിലനിർത്തുവാനും ഈ സൗഹൃദം അനിവാര്യമാണ്. ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ വലിയൊരു വിപണിയാണ് ഇറാൻ. ഉപരോധങ്ങൾ കർശനമാകുന്നതിന് മുൻപ് ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരിൽ ഒന്നായിരുന്നു ഇറാൻ എന്നതും ഈ ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു.
അമേരിക്കയുമായും ഇസ്രയേലുമായും ഇന്ത്യ പുലർത്തുന്ന ബന്ധം ഇറാനെ സംബന്ധിച്ച് ഒരു ഭീഷണിയല്ല, മറിച്ച് ഒരു സാധ്യതയായിട്ടാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് വരുവാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അമേരിക്കയോടും ഇസ്രയേലിനോടും സംസാരിക്കാൻ കഴിയുന്ന അതേസമയം ഇറാനുമായി വിശ്വസ്തമായ ബന്ധം പുലർത്തുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മേഖലയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കുവാനും നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കുവാനും ഇന്ത്യയുടെ ഇടപെടൽ ഇറാൻ ആഗ്രഹിക്കുന്നു. ഇസ്രയേലുമായി ഇന്ത്യക്ക് പ്രതിരോധ ബന്ധമുണ്ടെങ്കിലും പലസ്തീൻ വിഷയത്തിലും പശ്ചിമേഷ്യൻ സമാധാനത്തിലും ഇന്ത്യ പുലർത്തുന്ന സന്തുലിതമായ നിലപാടുകൾ ഇറാന്റെ വിശ്വാസം പിടിച്ചുപറ്റുവാൻ സഹായിച്ചിട്ടുണ്ട്. സാംസ്കാരികമായ അടുപ്പവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവുമാണ് മറ്റൊരു പ്രധാന ഘടകം. പേർഷ്യൻ ഭാഷയ്ക്കും സംസ്കാരത്തിനും ഇന്ത്യൻ ചരിത്രത്തിലുള്ള സ്വാധീനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന് കാരണമാകുന്നു. സമുദ്ര വ്യാപാര പാതകളുടെ സുരക്ഷയും ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളും ഇരു രാജ്യങ്ങളുടെയും പൊതുവായ താല്പര്യങ്ങളാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ പലപ്പോഴും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുവാൻ ഭാരതം ശ്രമിക്കാറുണ്ട്. സ്വന്തം താല്പര്യങ്ങൾ ബലികഴിച്ച് മറ്റൊരു രാജ്യത്തിന്റെയും ആജ്ഞാനുവർത്തിയായി ഇന്ത്യ മാറില്ല എന്ന ബോധ്യം ഇറാനുണ്ട്. ചുരുക്കത്തിൽ സങ്കീർണമായ ലോക രാഷ്ട്രീയ സാഹചര്യങ്ങളിലും തനതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് എല്ലാ പക്ഷത്തോടും സംവദിക്കാനുള്ള ഇന്ത്യയുടെ കഴിവും പരസ്പരമുള്ള നയതന്ത്രപരമായ ആവശ്യങ്ങളുമാണ് ഇറാനെ ഇന്ത്യയുടെ സുഹൃത്തായി നിലനിർത്തുന്നത്. നയതന്ത്രത്തിലെ ഈ വൈദഗ്ധ്യം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ ഭാരതത്തെ ഒരു അനിവാര്യ ശക്തിയായി മാറ്റുന്നു. പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കും സംഘർഷങ്ങൾക്കും അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള നിർണായകമായ നീക്കങ്ങളുമായാണ് ഇന്ത്യ ആഗോള നയതന്ത്ര രംഗത്ത് സജീവമായിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണം വെറുമൊരു ഔദ്യോഗിക ചർച്ച എന്നതിലുപരി മേഖലയിലെ സമാധാന പുനഃസ്ഥാപനത്തിനായുള്ള ശക്തമായ സൂചനയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയും ഇസ്രയേലും ഒരു വശത്തും ഇറാനും സഖ്യകക്ഷികളും മറുവശത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഈ സങ്കീർണമായ പോരാട്ടത്തിൽ ഇരുപക്ഷവുമായും തുല്യമായ സൗഹൃദവും പുലർത്തുന്ന ഇന്ത്യയുടെ ഇടപെടൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ഒരു ചുവടുവെപ്പായി കണക്കാക്കാം. പശ്ചിമേഷ്യയിലെ സ്ഥിരത ഇന്ത്യയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ താല്പര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ഈ നയതന്ത്ര നീക്കത്തിന് വലിയ പ്രസക്തിയുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള സൂചനയായി ഈ ചർച്ചയെ കാണാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, അമേരിക്കയുമായും ഇസ്രയേലുമായും ഇന്ത്യ പുലർത്തുന്ന തന്ത്രപരമായ ബന്ധം ഉപയോഗിച്ച് ഇറാന്റെ ആശങ്കകൾ അവിടങ്ങളിൽ എത്തിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും. രണ്ടാമതായി, നേരത്തെ പറഞ്ഞ ചബഹാർ തുറമുഖം പോലെയുള്ള വൻകിട പദ്ധതികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സമാധാനപരമായ അന്തരീക്ഷം ആവശ്യമാണെന്ന ബോധ്യം ഇറാനുണ്ട്. മൂന്നാമതായി, ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ഒഴിവാക്കുവാൻ ഇന്ത്യയെ പോലൊരു വിശ്വസ്തനായ സുഹൃത്തിന്റെ നയതന്ത്ര പിന്തുണ ഇറാൻ വിലമതിക്കുന്നു. സംഘർഷം ലഘൂകരിക്കുക, സംഭാഷണങ്ങൾ പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങളോട് ഇറാൻ അനുകൂലമായി പ്രതികരിക്കുന്നത് മേഖലയിൽ വെടിനിർത്തലുകളിലേക്കുള്ള വഴി തെളിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഒരു ഫോൺ സംഭാഷണം കൊണ്ട് മാത്രം വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുത അവസാനിക്കുമെന്ന് കരുതുന്നത് അതിശയോക്തിയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇറാൻ ഇന്ത്യയുമായി പുലർത്തുന്ന അടുത്ത ബന്ധം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര തിരിച്ചടിയായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയും തമ്മിൽ നിലനിൽക്കുന്ന നിരന്തരമായ സമ്പർക്കം അയൽ രാജ്യമായ പാകിസ്ഥാന്റെ തന്ത്രപരമായ സ്വാധീനത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോഴെല്ലാം മേഖലയിലെ കരുത്തുറ്റ ശക്തിയായ ഇറാൻ ഇന്ത്യയുമായി കൈകോർക്കുന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ പരാജയമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത്. സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇറാനുമായി അടുത്ത ബന്ധം അവകാശപ്പെടുന്ന പാകിസ്ഥാന് ഇറാൻ ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. പാകിസ്ഥാന്റെ നയതന്ത്ര തിരിച്ചടിക്ക് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ചബഹാർ തുറമുഖ പദ്ധതിയിലൂടെ പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും വ്യാപാരപാത തുറക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു. പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖത്തിന് പകരമായി ചബഹാർ വളരുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. രണ്ടാമതായി, ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഇറാന്റെ നിലപാട് പലപ്പോഴും ഇന്ത്യയോടൊപ്പമാണ്. അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ കേന്ദ്രങ്ങളായുള്ള ഗ്രൂപ്പുകൾ ഇറാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീഷണിയാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഗുണകരമാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. മൂന്നാമതായി, അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധം ഉപയോഗിച്ച് പശ്ചിമേഷ്യൻ പ്രതിസന്ധികളിൽ ഒരു മധ്യസ്ഥന്റെ റോൾ ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ പാകിസ്ഥാൻ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ പ്രതിരോധത്തിലാക്കുവാൻ പാകിസ്ഥാൻ പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ തേടാറുണ്ട്. എന്നാൽ ഇറാൻ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് മുൻഗണന നൽകുകയോ ചെയ്യുന്നത് പാകിസ്ഥാന് വലിയ ആഘാതമാണ്. ഇന്ത്യയെ ഒരു ശത്രുരാജ്യമായി കാണുവാൻ ഇറാൻ തയ്യാറല്ല എന്നത് പാകിസ്ഥാന്റെ നയതന്ത്ര ഒറ്റപ്പെടലിന് ആക്കം കൂട്ടുന്നു. കൂടാതെ ഇറാൻ അഫ്ഗാൻ അതിർത്തിയിലെ പ്രശ്നങ്ങളും TTP പോലെയുള്ള ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളും പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള വിശ്വാസ്യത കുറച്ചിട്ടുണ്ട്.
ഇതിന് വിപരീതമായി ഇന്ത്യയുമായി സമാധാനപരമായ ചർച്ചകൾക്കും വികസന പദ്ധതികൾക്കും ഇറാൻ മുൻതൂക്കം നൽകുന്നത് പാകിസ്ഥാന്റെ പ്രാദേശിക മേധാവിത്വത്തിനുള്ള തിരിച്ചടിയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഇറാൻ ഇന്ത്യയുമായി ബന്ധപ്പെടുന്നത് പാകിസ്ഥാന്റെ നയതന്ത്ര പരാജയത്തിന്റെ തെളിവാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും വിശ്വസ്തമായ വിദേശ നയവും ഇറാന്റെ താല്പര്യങ്ങളുമായി ചേർന്ന് പോകുന്നു എന്നതാണ് വസ്തുത. പാകിസ്ഥാന്റെ മതപരമായ കാർഡുകൾക്ക് മുകളിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നയതന്ത്രം വിജയിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. ലോകക്രമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ വിശ്വസ്ത സുഹൃത്തായി ഇന്ത്യ നിലനിർത്തുവാൻ ഇറാൻ കാണിക്കുന്ന താല്പര്യം പാകിസ്ഥാൻ വരും നാളുകളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുക തന്നെ ചെയ്യും. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് പാകിസ്ഥാന്റെ പ്രാദേശിക താല്പര്യങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പുതിയ സമവാക്യങ്ങൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ കരുത്ത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.